എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 31ഉം 32ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ 31ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 32ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് വരണത്. ഇനി ശ്രീകൃഷ്ണൻ സാന്ദീപനിയോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ആശ്വസിപ്പിക്കുന്നതായ വാക്കുകളാണ്. നമുക്ക് ആദ്യം 31ാമത്തെ ശ്ലോകം നോക്കാം. നിശമ്യ സാന്ദീപനിവാചമേവം ഹർഷോല്ലസല്ലോചന പുണ്ടരീക ജഗാദശൗര്യർദശനാംശുഭിസ്തദ്ഗൃഹം വിതന്വൻ സുധയേവ ധൗതം. ആദ്യം പദച്ഛേദം പറയാം. നിശമ്യ സാന്ദീപനിവാചം ഏവം ഹർഷോല്ലസല്ലോചന പുണ്ടരീക ജഗാദ ശൗരി ദശനാംശുഭി തദ്ഗൃഹം വിതന്വൻ സുധയാ ഇവ ധൗതം. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ സാന്ദീപനിയോട് പറയണത്. ഹർഷ ഉല്ലസല്ലോചന പുണ്ടരീക, ഹർഷം കൊണ്ട് ഉല്ലാസം വന്നു ചേർന്നതായ കണ്ണുകളോടുകൂടിയ പുണ്ടരീകൻ. അതായത് ഇവരെന്താഗ്രഹിച്ചിട്ടാണോ അവിടെ ചെന്നിരിക്കുന്നത് അതന്നെയാണ് അവിടെ ഉള്ളത്. വിദ്യ, അതായത് വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഗുരുവിനെ അന്വേഷിച്ചിട്ടാണല്ലോ സാന്ദീപനിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അതവിടെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്നും കൂടി കേട്ടപ്പോൾ അത് മാത്രമേ ഇവർക്ക് വേണ്ടൂ. വേറെന്താ ഈ രണ്ട് ബാലകന്മാർക്ക് വേണ്ടത്? സ്വത്തിന് സ്വത്തും സ്ഥാനത്തിന് സ്ഥാനവും രാജ്യത്തിന് രാജ്യവും ആഭിജാത്യവും എല്ലാം അനുഗ്രഹിച്ചു കിട്ടിയ രണ്ട് ബാലകന്മാർ. അവർക്കിനി ഒന്നും നേടിയെടുക്കേണ്ടതില്ല, അറിവേ ഉള്ളൂ. അറിവും ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു ചില വഴികാണിക്കലുകൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ ചിലതൊക്കെ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ പരബോധ്യത്തിനായിട്ട് പഠിക്കാൻ പോയോ ചോദിച്ചാൽ ഉപനയനം കഴിഞ്ഞു, വിദ്യാഭ്യാസമൊക്കെ നടത്തി എന്നുള്ളതിനൊരു തെളിവായിട്ട് കൂടി എന്ന് മാത്രമേ ശ്രീകൃഷ്ണനും ബലരാമനും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതുമാത്രം കിട്ടുന്നൊരു സ്ഥലത്തേക്ക് തന്നെ വരാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ്. ഈ ഗുരുവിന് മറ്റൊന്നിനോടൊരു താല്പര്യവും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ആരായി പോയേനെ? ഇത്രയ്ക്കധികം ദാരിദ്ര്യമൊന്നും വരാൻ യാതൊരു സാധ്യതയും ഇല്ല. അപ്പോൾ വിദ്യ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് സാന്ദീപനി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് എത്തണം എന്ന് തന്നെയാണ് ശ്രീകൃഷ്ണനും വിചാരിച്ചത്. അപ്പോൾ വിചാരിച്ചത് അതേപോലെ തന്നെ ആയതുകൊണ്ട് സന്തോഷത്തോടു കൂടി കണ്ണുകളൊക്കെ വിടർന്നു വന്നു. അതാണ് ഹർഷം കൊണ്ട് ഉല്ലസിക്കുന്നതായ ലോചനങ്ങളോടുകൂടിയ, കണ്ണിൽ നിന്നും സന്തോഷം വരണത് കാണാം, അങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയ ആ പുണ്ടരീകൻ, പുണ്ടരീകലോചനൻ, താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടുകൂടിയ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്നുള്ളതിന് ശൗരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഏവം സാന്ദീപനിവാചം നിശമ്യ, ഇപ്പോൾ പറഞ്ഞതായ സാന്ദീപനിയുടെ വാക്കുകൾ കേട്ടിട്ട്, സാന്ദീപനിവാചം നിശമ്യ തദ്ഗൃഹം, അത് കേട്ടിട്ടുള്ള മറുപടിക്കുള്ള പുറപ്പാടാണ്. ആ ഗൃഹത്തെ ദശനാംശുഭി സുധയാ ഇവ ധൗതം വിതന്വൻ ജഗാദ. ദശന അംശു, ദശന എന്ന് പറഞ്ഞാൽ പല്ലാണ്. പല്ലുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന അംശുക്കൾ, അംശു എന്ന് പറഞ്ഞാൽ രശ്മികൾ. അതായത് ചിരിക്കുകയാണ് ചെയ്തതല്ലോ, കണ്ണുകളിൽ നിന്ന് തന്നെ ചിരി പൊഴിഞ്ഞു വന്നു എന്നുള്ളത് ആദ്യം പറഞ്ഞു കവി. അപ്പോൾ കണ്ണുകൾ കൊണ്ടും മുഖത്ത് ആ പ്രസന്നഭാവം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ചിരിച്ചപ്പോൾ വായിലെ നല്ല നിരയത്ത സുന്ദരമായിട്ടുള്ള ദശനകളിൽ നിന്ന്, പല്ലുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വന്നതായ പ്രകാശം കൊണ്ട്, ആ പ്രകാശം കൊണ്ട് എന്താ സംഭവിച്ചത്? സുധയാ ഇവ ധൗതം, ആ ഗൃഹത്തിനെ, സാന്ദീപനിയുടെ ഗൃഹത്തിൽ വെള്ളപൂശിയ പോലെയായി എന്നാണ് പറയണത്. അവിടെ ഒരു ഉത്പ്രേക്ഷാലങ്കാരം ചേർത്തിട്ട് അതിശയോക്തിയൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി ചേർത്തിട്ടാണ് പറയണത്. ഭിത്തിക്ക് കുമ്മായം പൂശൂലോ, അതിനൊരു വെളുപ്പ് കിട്ടാനും വെളിച്ചം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വെള്ള കുമ്മായം പൂശാറുണ്ട് വീടുകൾക്ക്. പണ്ട് വെളുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെളുപ്പ് തൻ്റെ പല്ലുകളിൽ നിന്നും വന്നതായ രശ്മികളെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയണത്. അതായത് അത്രയ്ക്കധികം സന്തോഷമായി. ആ സന്തോഷത്തിൻ്റെ പ്രകടനം ചിരിയിലൂടെ ഭിത്തികളൊക്കെ ഒന്നുകൂടി വെളുത്തു, പ്രകാശപൂരിതമായി ആ മുറി മുഴുവനും അല്ലെങ്കിൽ ഗൃഹം മുഴുവനും എന്ന് അതിശയോക്തിയിൽ കവി വർണ്ണിക്കുകയാണ്. തൻ്റെ ചിരി കൊണ്ട് ദശനാംശുഭി
സുധയാ ഇവ. സുധ എന്നുള്ളതൊരു നാനാർത്ഥക പദമാണ്. സുധ എന്ന പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം അമൃത എന്നാണ്. ഇവിടെ മറ്റൊരർത്ഥം കൂടിയുള്ളത് ചുണ്ണാമ്പ് എന്നും നീറ്റുകക്ക എന്നും കുമ്മായം എന്നും ഒക്കെ അർത്ഥമുണ്ട്. ഇവിടെ സുധ എന്നുള്ളത് ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കാണ് സൗധം എന്നുള്ളത്. സൗധം എന്നുള്ള വാക്കിന് കുമ്മായം പൂശിയ വീട് എന്നാണ് അർത്ഥമല്ലാതെ ഉയർന്നു നിൽക്കുന്ന വീട് എന്നൊന്നും ശരിക്കും അർത്ഥമില്ല. പിന്നെ പറഞ്ഞ് കാശുകാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാരൊക്കെ പണിയണ വീടുകൾ നല്ല ഉയരത്തിലുള്ളതായതുകൊണ്ട് സൗധങ്ങൾ കെട്ടിപ്പൊക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്ത് കുമ്മായം പൂശിയ വീടുകൾ കാശുള്ളവർക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നുള്ളത് കൊണ്ടും കൂടിയാവാം സൗധം എന്നുള്ളത് ഒരു വലിയ വീടാണ് എന്നുള്ള ചിന്ത വന്നു പോയിരിക്കുന്നത്. ഏതായാലും ആ സാന്ദീപനിയുടെ ഗൃഹത്തിലെ ഭിത്തികളെ തൻ്റെ ദശനാംശുക്കളെ കൊണ്ട് കുമ്മായം പൂശിയിട്ട് വെളുപ്പിച്ചിട്ട്, ചിരി അതുപോലെ യശസ് തുടങ്ങിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ വെളുപ്പാണ് നിറം എന്നാണ് കവികളുടെ സങ്കല്പം. അങ്ങനെ ചുറ്റുപാടും പ്രകാശപൂരിതമാക്കിക്കൊണ്ട് അതാണ് ധൗതം വിതന്വൻ ജഗാദ, ഇപ്രകാരം സാന്ദീപനിയോട് പറഞ്ഞു എന്നർത്ഥം. എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. നമുക്ക് 32ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ധനേന കിം തേന മഹാനുഭാവ മനസ്വിനോ യത്തു പരിത്യജന്തി പ്രസീദ വിദ്യാദ്രവിണപ്രദാനാത് കുരുഷ്വപുത്രൗ കൃപയാ പരം നൗ. വളരെ ലളിതമായിട്ടുള്ള ശ്ലോകമാണ്. ഭഗവാൻ വളരെ വിനയത്തോടു കൂടിയിട്ട് സാന്ദീപനിയോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണത് എന്നുള്ളത് ആദ്യം പദച്ഛേദം പറയാം. ധനേന കിം തേന മഹാനുഭാവാഃ മനസ്വിന യത് തു പരിത്യജന്തി പ്രസീദ വിദ്യാദ്രവിണപ്രദാനാത് കുരുഷ്വ പുത്രൗ കൃപയാ പരം നൗ. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ഇവിടെ എന്താ പറയണതെന്നാണെങ്കിൽ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്യമാണ് ശ്രീകൃഷ്ണൻ സാന്ദീപനിയോട് പറയണത്. തേന ധനേന കിം. ഇപ്പം അങ്ങ് പറഞ്ഞുല്ലോ ഞാൻ ദരിദ്രനാണ്, ഇവിടെ ഒന്നുമില്ല തരാനെന്നൊക്കെ. ആ ധനം മാത്രം കൊണ്ട് എന്ത് കിട്ടാനാണ് മഹർഷേ എന്നാണ് ചോദിക്കുന്നത്. തേന ധനേന, നേരത്തെ പറഞ്ഞതായിട്ടുള്ള അങ്ങ് സൂചിപ്പിച്ചുല്ലോ, ആ ധനം കൊണ്ട് എന്ത് കിട്ടാനാണ്, എന്താ ഉള്ളത്? ധനം കൊണ്ട് ശരിക്കും പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അതായത് ഒന്നിന് പകരം മറ്റൊന്നാവില്ല എന്ന് തോന്നുമ്പോഴാണ് അവിടെ ധനത്തിനെ നമ്മൾ സ്ഥാപിക്കുന്നത്. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഒരു പറ അരിക്ക് 2 ചക്ക എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ ഇല്ലാത്തത് അത് കൊടുത്ത് ജീവിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അത് പോയി ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് ധനമായി തീർന്നു. അങ്ങനെയാണ് ഇത്ര അരിക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ ഇത്ര ചക്കയ്ക്ക് ഇത്ര, പച്ചക്കറിക്ക് ഇത്ര രൂപ എന്നുള്ളത് ഒരു വസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നത് ധനമായി തീർന്നതോട് കൂടിയിട്ടാണ് ആൾക്കാർക്ക് ലോഭം, അത്യാഗ്രഹം ഒക്കെ വരാൻ തുടങ്ങിയത്. അതുവരെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. ആർക്കെന്താണോ ഇല്ലാത്തത് അത് മറ്റൊരാൾ കൊടുക്കുക, ആ ആൾക്ക് എന്താണോ ഇല്ലാത്തത് എന്നുള്ളത് ഈ ആൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയാവുമ്പോൾ വളരെ സമത്വത്തോടു കൂടി പോവുമായിരുന്നു സമൂഹം. അതെല്ലാം മാറിയിട്ട് അതിനെയൊക്കെ പ്രതിനിധീകരിച്ച് ധനം വന്നതോട് കൂടിയിട്ട് കഥകളൊക്കെ മാറിപ്പോയി. അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുകൊണ്ടാണ് പറയണത് എന്തിനാ ഈ ധനമൊക്കെ. ഈ ധനം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്താ? തു മഹാനുഭാവാഹ മനസ്വിന യത് പരിത്യജന്തി. യത് ധനം, യാതൊരു ധനത്തിനെ മഹാനുഭാവന്മാരായിട്ടുള്ള ജനങ്ങൾ, പണ്ഡിതന്മാർ, മനീഷികളൊക്കെ ത്യജിക്കുകയല്ലേ പതിവ്. അതായത് സത്യത്തിൽ ഈ ധനം കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ധനം കൊടുത്താൽ വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിലേ ധനം കരുതിയിട്ട് കാര്യമുള്ളൂല്ലോ. അല്ലെങ്കിൽ ധനം കൊണ്ട് എന്താ കാര്യം? അത് മഹാനുഭാവന്മാരെ ത്യജിച്ചിട്ടുള്ളൊരു സാധനമാണ്. സ്വർണം പോലെയുള്ള സാധനങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തരാനില്ല എന്നുള്ളത് കൊണ്ട് അരിയുടെ ധർമ്മം ധനം ചെയ്യില്ല, പച്ചക്കറികളുടെ ധർമ്മം ധനം ചെയ്യില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊന്നാണോ ആവശ്യമുള്ളത്, മരുന്നിൻ്റെ ധർമ്മം ധനം ചെയ്യില്ല. അതൊന്നും ചെയ്യില്ല എങ്കിലും ധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ധനത്തിൻ്റെ മൂല്യമില്ലായ്മ മനസ്സിലാക്കിയവർക്കേ അതിനെ ത്യജിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊക്കെ അത് ആവശ്യമാണ്. സാധാരണ ജീവിതത്തിൽ പലപ്പോഴും അതൊക്കെ ആവശ്യമാണ്. അതില്ലെങ്കിൽ
ജീവിക്കാൻ ബുദ്ധിമുട്ടായി, ആ ഒരു രീതിയിലായി നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, അത് സാധാരണ ജീവിതത്തിൽ ചിലപ്പോൾ ആവശ്യമുണ്ടായിരിക്കും, പക്ഷെ മഹാന്മാർ അതിനെ പരിത്യജിച്ചിട്ടേ ഉള്ളൂ. അതാണ് മഹാനുഭാവാഹ മനസ്സിന യത് പരിത്യജന്തി. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി പറയാണ്. വിദ്യാദ്രവിണ പ്രധാനാത് പ്രസീത. ഞങ്ങൾക്കൊരു കാര്യം ചെയ്തു തരൂ. എന്താണത്? വിദ്യാധനത്തെ, ദ്രവിണം ധനമാണ്, വിദ്യ എന്നു പേരുള്ള ധനം അങ്ങയുടെ കയ്യിൽ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞുല്ലോ, അതൊന്ന് തന്നാൽ കൊള്ളാമായിരുന്നു. അതിനായിട്ട് ഞങ്ങളോട് പ്രസാദിക്കൂ, വിദ്യാധനം ധാരാളമായിട്ട് നൽകൂ. അതാണ് വിദ്യാദ്രവിണ പ്രധാനാത്. വിദ്യാദ്രവിണം നൽകിയിട്ട്, നൽകുക കാരണം. ഇവിടെ പഞ്ചമി ഹേത്വർത്ഥത്തിലാണ് പറയണത്. വിദ്യാദ്രവിണ പ്രധാനാത് പ്രസീത, അത് നൽകിയിട്ട് ഞങ്ങളോട് പ്രസാദിക്കൂ. അതായത് ഞങ്ങൾക്ക് വേണ്ടതും അങ്ങ് പറഞ്ഞത് തന്നെയാണ്, വിദ്യയാണ് വേണ്ടത്. ഞങ്ങളെ പഠിപ്പിക്കാൻ മനസ്സുണ്ടാവണം, അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കണം. അതോടുകൂടിയിട്ട് എന്ത് വേണം? കൃപയാ നൗ പരം പുത്രൗ കുരുഷ്വ. വളരെ ദയവോടുകൂടിയിട്ട് ഞങ്ങളെ രണ്ടുപേരെയും അങ്ങയുടെ പുത്രന്മാരാക്കി തീർക്കൂ. നൗ, ഞങ്ങളെ രണ്ടുപേരെ, ശ്രീകൃഷ്ണനെയും ബലരാമനെയും, പുത്രൗ കുരുഷ്വ, രണ്ട് പുത്രന്മാരാക്കി കരുതൂ, പുത്രന്മാരാക്കി മാറ്റൂ. രണ്ട് തരത്തിലുള്ള പുത്രന്മാരെ ഗുരുക്കന്മാർക്കുണ്ടെന്നാണ് പറയുക. ഒന്ന് തനൂജന്മാർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നുണ്ടാവുന്നവർ, അച്ഛനമ്മ ബന്ധത്തിൽ നിന്നും ജനിക്കുന്ന പുത്രന്മാരാണ് തനൂജന്മാർ. അതല്ലാതെ പുത്രനായിട്ട് സ്വീകരിക്കുന്നവരാണ് ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരെ പറയുന്ന പേര് കുറച്ചും കൂടി കേമാണ്, ആത്മജന്മാരെന്നാണ് അവരെ പറയുക. മറ്റത് ശരീരത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് തന്നെ പോലെ ആയിക്കൊള്ളണമെന്നില്ല. രൂപം കൊണ്ടാവാം, പക്ഷേ ഭാവം കൊണ്ട്, സംസ്കാരം കൊണ്ട്, ജീവിത രീതി കൊണ്ടൊന്നും പുത്രന്മാർ അച്ഛനെ പോലെയോ അമ്മയോ പോലെയോ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ശിഷ്യന്മാരങ്ങനെയല്ല, ഗുരു എങ്ങനെയാണോ അതുപോലെ ആവാനാണ് അവർ ഉത്സാഹിക്കുക. അതുകൊണ്ട് ഈ ഗുരുക്കന്മാരുടെ പുത്രന്മാരെ ആത്മജന്മാർ എന്നാണ് വിളിക്കാറുള്ളത്. അവർ ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നത്. ശരീരം കൊണ്ട് ജനിപ്പിക്കാൻ പറ്റാറില്ല, എല്ലാവരെയും ശരീരം കൊണ്ട് ജനിപ്പിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ മനസ്സുകൊണ്ട് എത്രയോ മക്കളെ സൃഷ്ടിക്കാം. അതാണ് ഇവിടെ ശ്രീകൃഷ്ണൻ സാന്ദീപനിയോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളെ രണ്ടുപേരെയും ആത്മജന്മാരാക്കി തീർക്കൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണ്? അച്ഛൻ്റെ സ്വത്തിന് അപ്പോൾ അവിടെ അവകാശം വരും. അങ്ങനെ ഒരു സ്മൃതി വാക്യം തന്നെയുണ്ട്. പുത്രോഹി പിത്ര്യം റിക്തം അർഹതി എന്ന്. റിക്തം എന്ന് പറഞ്ഞാൽ ധനം. മക്കൾക്ക് അച്ഛൻ്റെ ധനത്തിൽ അവകാശമുണ്ട്. അപ്പോൾ മക്കളാക്കി തീർത്താൽ ആ ധനം കൊടുക്കേണ്ടതായിട്ടും വരും. അതേത് ധനമാണ്? വിദ്യാധനമാണ്. അപ്പം ഞങ്ങളെ ആദ്യം തന്നെ പുത്രന്മാരാക്കൂ. പുത്രന്മാരായാൽ പിന്നെ ധനം എന്താണ്? വിദ്യാധനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് പഠിപ്പിച്ച് തരേണ്ടതായിട്ടും വരും, വിദ്യ തരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങളെ വേഗം തന്നെ മക്കളായിട്ട് അംഗീകരിക്കൂ എന്ന് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ശ്രീകൃഷ്ണനും ബലരാമനും സാന്ദീപനിയോട് ആവശ്യപ്പെടുക ചെയ്യണത്. എന്ത് ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നോക്കൂ. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. നിശമ്യ സാന്ദീപനിവാചമേവം ഹർഷോല്ലസല്ലോചന പുണ്ടരീക ജഗാദ ശൗര്യർദശനാംശുഭിസ്തദ്ഗൃഹം വിതന്വൻ സുധയേവ ധൗതം ധനേന കിം തേന മഹാനുഭാവ മനസ്സിനോ യത്തു പരിത്യജന്തി പ്രസീദ വിദ്യാദ്രവിണ പ്രധാനാത് കുരുഷ്വപുത്രൗ കൃപയാ പരം നൗ. മനസ്വി എന്നുള്ള വാക്ക് വരണത് മഹാനുഭാവന്മാർ, പ്രശസ്തം മനഃ യേശാം തേ മനസ്വിന. എല്ലാവരും മനസ്സുള്ളവരല്ലേ, പിന്നെന്താ ചിലരെ മാത്രം മനസ്വികൾ എന്ന് വിളിക്കുന്നത് എന്നാണെങ്കിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള മനസ്സുള്ളവരെ മാത്രമേ മനസ്വികൾ എന്ന് വിളിക്കാറുള്ളൂ. അപ്പോൾ പ്രശസ്തമായിട്ടുള്ള ആൾക്കാർ, മനസ്സുള്ളവർ ഈ തരത്തിലുള്ള ആദ്യം പറഞ്ഞതായ ദ്രവിണം ധനത്തെ ഉപേക്ഷിച്ചവരാണ്. അവർ വിദ്യാധനത്തിനെ മാത്രം കയ്യേറ്റു വാങ്ങിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അങ്ങയുടെ സ്വത്ത് എന്ന് പറയുന്നതാണ് യഥാർത്ഥ സ്വത്ത്, അതിലുള്ളൊരു അവകാശം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് വളരെ വ്യംഗ്യമര്യാദയാ പഠിപ്പിച്ചു തരൂ എന്ന് ശ്രീകൃഷ്ണൻ സാന്ദീപനി മഹർഷിയോട് പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആദ്യത്തെ ശ്ലോകത്തിൽ തൻ്റെ ദശനാംശുക്കളെ കൊണ്ട് ഭിത്തിയിലൊക്കെ വെള്ള പൂശി എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ആ ഗൃഹം വെള്ള പൂശാനൊന്നും സാധ്യതയില്ല, അത്രയ്ക്ക് ദാരിദ്ര്യമുണ്ട് എന്നുള്ളത് തന്നെ പറഞ്ഞു കഴിഞ്ഞുല്ലോ. അപ്പോൾ ആ ഗൃഹത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും ഭഗവാന്റെ സാന്നിധ്യം കാരണമായി ഒരു ചിരി കൊണ്ട് തന്നെ തുടങ്ങി വെച്ചു എന്നുള്ള
ഒരർത്ഥം കൂടിയും വേണമെങ്കിൽ കൂട്ടി വായിക്കാം. ഇനി ഇതേപോലൊരു ശ്ലോകം ഇങ്ങനെയല്ല എങ്കിലും രഘുവംശത്തിലെ 2-ാം സർഗത്തിലുണ്ട്. നന്ദിനി പ്രസാദം എന്നു പേരുള്ള 2-ാമത്തെ സർഗത്തിൽ നന്ദിനിയുടെ ശരീരത്തിലേക്ക് ഒരു സിംഹം ചാടി വീണു. ശരിക്കും രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി നന്ദിനി ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു അത്. ആ സിംഹത്തിൻ്റെ കൈകളിൽ ഒതുങ്ങിക്കിടക്കുന്ന ആ പശുവിനെ കണ്ടപ്പോൾ അത് അവിടെ ഒരു കാഴ്ച, ഒരു ചിത്രമായിട്ട് കവി അവിടെ വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു ശ്ലോകം ഇതുമായിട്ട് വിഷയം ഇങ്ങനെയല്ല, രസവും ഇങ്ങനെയല്ല എങ്കിലും അതിൻ്റെ ഒരു സ്വാധീനം സുകുമാരകവിക്ക് ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ട്. ആ ശ്ലോകം ഇതാണ്: അഥാന്ധകാരം ഗിരിഗഹ്വരാണാം ദംഷ്ട്രാമയൂഖൈശകലാനി കുർവൻ ഭൂയസ്വ ഭൂതേശ്വര പാർശ്വവർത്തി കിഞ്ചിത് വിഹസ്യാർത്ഥപതിം ബഭാഷേ എന്ന്. ഇവിടെ ആദ്യത്തെ വരിയിൽ പറയണ വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അധ അന്ധകാരം ഗിരിഗഹ്വരാണാം അന്ധകാരം ദംഷ്ട്രാമയൂഖൈ ശകലാനി കുർവൻ. ഗിരിയുടെ ആ പർവ്വതത്തിൻ്റെ ഉള്ളിലുള്ളതായ, ഗുഹയുടെ ഉള്ളിലുള്ളതായ ഇരുട്ടിനെ തൻ്റെ ദംഷ്ട്രാമയൂഖങ്ങളെ കൊണ്ട് ഇല്ലാതെയാക്കിയിട്ട് എന്ന് പറയുമ്പോൾ ആ ഇരുട്ടത്ത് ഒരു വെളിച്ചം വീശിയതുപോലെ, നല്ല പ്രഭ ചൊരിയുന്നൊരു വിളക്ക് കൊളുത്തി വെച്ചതുപോലെയോ ടോർച്ചടിക്കുന്ന പോലെയൊക്കെയായിരുന്നു സിംഹത്തിൻ്റെ ദന്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദന്തനിരകളിൽ നിന്ന് വന്ന പ്രകാശം. അതുപോലെയല്ല ഇവിടെ പറയണതെങ്കിലും ആ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം കയറി വന്നതായിട്ട് തോന്നുന്നുണ്ട് ശ്ലോകം വായിക്കുമ്പോൾ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.